എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു സ്ഥലത്ത് പോയാലും ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടതാണ്. പക്ഷെ സ്ഥലമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ എഴുതിയ വാക്ക് കണ്ട ROGUES, പേര് റോക്സ് എന്നാണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ തമ്മാടികൾ, അക്യൂസ്ഡ് അല്ല, കുറ്റവാളികളല്ല. അപ്പോൾ റോക്സ് എന്ന് എഴുതിയിട്ട് ഗാലറിയിൽ നിന്ന് എഴുതിയാലും ശ്രദ്ധിച്ചിട്ട് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇതിൽ മലയാളിയുണ്ട്, ഹിന്ദിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ മുസൽമാനും ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദു ഉണ്ട്, യുക്തിവാദി ഉണ്ടോ ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ അറിയില്ല. പക്ഷെ പറയാനുള്ളത് ഇവരെ റോക്സ് ആക്കിയത് ആരാണ്? ഈ സമൂഹമാണ്. കാരണം കാക്കിയിലെ കലാകാരന്മാർ നാട് ഭരിക്കുമോ, അല്ലെങ്കിൽ ഐക്യ പോയ കുറേ രാജ്യം ഭരിക്കുമോ, സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇവർ എല്ലാവരും തെമ്മാടികളാണോ, ഇനി തെമ്മാടി ആക്കി ചിത്രീകരിക്കപ്പെട്ടതാണോ എന്നറിയണമെങ്കിൽ ഇവരെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കേ അറിയൂ. കാരണം ഓരോരാൾക്കും ബാക്ക് സ്റ്റോറിയും ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും പറയാനുണ്ടാവും. പക്ഷേ ഇവരെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് നാളെ ഇവർക്ക് ഇനിയും തെമ്മാടികളാകാൻ കഴിയോ? കാരണം അവർ ആ മുടി മുറിച്ചാലും താടി വടിച്ചാലും മീശ വെച്ചാലും എന്തെങ്കിലും സംഭവിച്ച് ആൾമാറാട്ടം നടക്കും. പക്ഷേ ഇവർ അതും ചെയ്യാത്ത പല കുറ്റങ്ങളും, കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഒരു കുറ്റവാളി എന്തോ ഒരു കണക്കുണ്ടല്ല, ഒരു കുറ്റവാളി രക്ഷപ്പെട്ടാലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി കുടുങ്ങാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺ കുടുങ്ങിയ. ആ നിയമം ഏടെത്തും? മജിസ്ട്രേറ്റ് മുകളിലിരിക്കുമേ താഴ്ന്നുള്ള പേപ്പർ അവിടെ പക്ഷെ താഴിലിരിക്കുന്ന 2 ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറം കുറേ കാത്ത കോട്ടിട്ടാറെല്ലാം ഉണ്ട്. എല്ലാവരും ആരെല്ലാം വിശ്വസിക്കണമെന്നല്ല ഇങ്ങനെ തീരുമാനിച്ചോ. ഇന്ത്യൻ സിറ്റിസൺ ഒറ്റയാൾ പോരാട്ടമാണ്. പക്ഷേ നിങ്ങളെ തെമ്മാടിയാക്കിയാൽ നിങ്ങൾ തെമ്മാടിയാകേണ്ടി വന്നതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളും ഒന്നിച്ച് നിന്നിട്ട് വേണം ഈ നാട് തിരിച്ചു പിടിക്കാൻ. കാരണം തെമ്മാടിയാരാണ്? പിന്നെ മലയാളം എന്താണെന്ന് പിന്നെ ഒന്നും തിരിയുന്നില്ല. ഡയലോഗ് മുറിഞ്ഞ്. അപ്പം പറയാൻ കഴിഞ്ഞാൽ വോയിസാന്നല്ല, ഇത് നോക്കിക്കണ്ട് പറയുമ്പോൾ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ മാപ്പ് ചോദിക്കുന്നു. എങ്ങനെ തെമ്മാടിയായി? ഇനി എന്ത് തെമ്മാടിയായി? കാരണം ആരും ജനിക്കുമ്പം തെമ്മാടിയല്ല. അവിടെയാണ് പ്രശ്നം. കാരണം LDF, UDF, SDPI, RSS, BJP, EK, സലഫി, മുജാഹിദ്, ഷിയ, അങ്ങനെ പലതും റിലീജിയൻസും പൊളിറ്റീഷ്യനും മരിക്കുന്ന നാടായതുകൊണ്ട് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും കലിയുഗമാണ്. അതുകൊണ്ട് എല്ലാ മതത്തിലെ ആൾക്കാരോടും എല്ലാവരോടും പറയുന്നു, നിങ്ങളും ഒന്നിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്കും തെമ്മാടിയായാലും കുറ്റവാളിയായാലും നിങ്ങൾ ഈ നാട്ടിലുണ്ടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം.